ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് ഡേഞ്ചറസ് ട്രക്ക് എന്നറിയപ്പെടുന്ന ഹരിഹർ ഫോർട്ടിലേക്കും ഹരിഹർ ഫോർട്ടിൻ്റെ ഹയസ്റ്റ് പോയിൻ്റായ ബല്യക്കിലയിലേക്കുമാണ് ഈ ഒരു യാത്ര. അപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് ഹരിഹർ ഫോർട്ടിലേക്ക് വരാനാണെങ്കിൽ എല്ലാ ദിവസവും മംഗള ലക്ഷദ്വീപ് എക്സ്പ്രസ് നാസിക് റോഡിലേക്കുണ്ട് കേട്ടോ. പക്ഷെ നമ്മുടെ ഈ ഒരു മഹാരാഷ്ട്ര യാത്രയുടെ 3-ാം ദിവസമാണ് ഹരിഹർ ഫോർട്ട് കയറാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പം ഞങ്ങൾ ഏകദേശം രാത്രി 12 മണിയായപ്പോഴത്തേനും പനവേലിൽ നിന്ന് നാസിക് റോഡിലെത്തി കേട്ടോ. അപ്പോൾ അവിടുന്ന് വെളുപ്പിനെ 5 മണി തൊട്ടാണ് നമുക്ക് ബസ് സർവീസ് ഉള്ളത്. അപ്പം അതായത് ഏകദേശം 40 കിലോമീറ്റർ അകലെ ട്രയംബക് അല്ലെങ്കിൽ ട്രയംബകേശ്വർ എന്ന് പറയുന്ന ഒരു സിറ്റി ഉണ്ട്. അതായത് ഹരിഹർ ഫോർട്ടിന് ഏറ്റവും അടുത്ത് കിടക്കുന്ന സിറ്റി അതാണ്. അപ്പം രാവിലെ 5 മണിക്കാണ് ബസ്സുള്ളത്. പക്ഷേ ഞങ്ങൾ രാത്രി തന്നെ ഒരു ഷെയർ ഓട്ടോ പിടിച്ച് അങ്ങോട്ട് പോകുന്നത് തീരുമാനിച്ചു. അപ്പം ഒരാൾക്കൊരു 200 രൂപ കൊടുക്കുവാണെങ്കിൽ 5 പേർക്ക് ഷെയർ ഓട്ടോയിൽ നമുക്ക് അങ്ങോട്ട് എത്താം. അപ്പോൾ ഇവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്തത്. അവിടുന്ന് നേരെ വലത്തേക്ക് നോക്കുവാണെങ്കിൽ നമുക്ക് ബ്രഹ്മഗിരി മലകൾ കാണാം കേട്ടോ. അപ്പോൾ ഹരിഹർ ഫോർട്ട് കയറി ഇറങ്ങിയിട്ട് ഇന്ന് തന്നെ ബ്രഹ്മഗിരി കയറാൻ ചെറിയൊരു പ്ലാൻ ഞങ്ങൾക്കുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നേരെ ഒരു ഓട്ടോ പിടിച്ച് ഹരിഹർ ഫോർട്ടിൻ്റെ ബേസ് പോയിൻ്റായ അല്ലെങ്കിൽ ബേസ് വില്ലേജായ ഹർഷേവാടിക്കാണ് നമ്മളീ പോകുന്നത്. ട്രയംബകേശ്വറിലെ ഈ ഒരു ശിവ ടെമ്പിൾ അത്യാവശ്യം ഫേമസ് ആട്ടോ. ഒരുപാട് തീർത്ഥാടകരൊക്കെ വരുന്നതാണ്. എന്നാൽ പക്ഷേ ഇത് ഒരു തിങ്കളാഴ്ച ശ്രാവൺ സോമവാരമായിട്ടാണ് ആചരിക്കുന്നത്. അതായത് ഒരു പുണ്യദിനമായിട്ടാണ് ആചരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്ര ഒരു ആൾക്കാരെ നമുക്ക് രാവിലെ ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് പറഞ്ഞ പോലെ ഹർഷേവാടി ഗ്രാമത്തിലേക്ക് കേട്ടോ. ഹരിഹർ ഫോർട്ടിന് 2 ബേസ് വില്ലേജാണ് ഉള്ളത്. ഒന്ന് ഹർഷേവാടിയും 2 നിർഗുഡ്പാടയും. അപ്പം ഹർഷേവാടിയിൽ നിന്ന് നമ്മൾ ഹരിഹർ ഫോർട്ടിലേക്ക് ട്രക്ക് ചെയ്യുവാണെങ്കിൽ ഏകദേശം 1 മണിക്കൂർ കൊണ്ട് നമുക്ക് ആ ഒരു സ്റ്റെപ്സ് ഉള്ള അവിടെ എത്താൻ പറ്റും. എന്നാൽ നിർഗുഡ്പാടയിൽ നിന്നാണെങ്കിൽ നമുക്ക് 2 മണിക്കൂർ എടുക്കും. പക്ഷേ ഈ ഒരു ട്രയംബകേശ്വരിയിൽ നിന്ന് നിർഗുഡ്പാടയ്ക്ക് മാത്രമാണ് ബസ് സർവീസ് ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഓട്ടോ എടുത്ത് ഹർഷേവാടിക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ഈ ഒരു ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റും അവിടെ ഒരാൾക്ക് 30 രൂപ വെച്ചും ഒരു ചെറിയ ഫീസ് ഉണ്ട് കേട്ടോ. നമ്മൾ ഈ കാണുന്ന ചെറിയ അരുവികളും ഈ ഒരു പച്ചപ്പും ദൂരെ കാണുന്ന മലനിരകളും അതുപോലെ തന്നെ ചെറിയ കുളങ്ങളും ചായക്കടകളൊക്കെ ആട്ടോ ഈ ഒരു ഹർഷേവാടി ഗ്രാമത്തിൻ്റെ ഒരു ഭംഗി എന്ന് വേണേൽ പറയാം. അപ്പോൾ നമ്മൾ ഇവിടുന്ന് നടന്നു തുടങ്ങുവാണ്. ഏകദേശം ഒരു 3.25 കിലോമീറ്റർ ഉണ്ട് കേട്ടോ നമ്മുടെ ഹരിഹർ ഫോർട്ടിൻ്റെ ടോപ്പ് പോയിൻ്റ് വരെ. അപ്പോൾ നമ്മൾ നടക്കുന്ന ഡിഫറെൻറ്റ് ടെറൈൻസിൽ കൂടെ കേട്ടോ. അപ്പം ചിലപ്പോൾ ചെളിയായിരിക്കും, ചിലപ്പോൾ ഉരുളൻ കല്ലുകളായിരിക്കും. അപ്പോൾ ഈ ഒരു മൺസൂണൊക്കെ ആയതുകൊണ്ട് തന്നെ മിക്ക സ്ഥലത്തും ചെളികളുണ്ട്. അതുപോലെ തന്നെ ചെറിയ ചെറിയ വാട്ടർ ക്രോസിങ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ കയറി വരുമ്പോഴത്തേനും ഇടത് സൈഡിൽ ഹരിഹർ ഫോർട്ടിൻ്റെ ആ ഒരു വ്യൂവും വലത് സൈഡിൽ താഴത്ത് ഹർഷേവാടി ഗ്രാമത്തിൻ്റെ ആ ഒരു കാഴ്ചകളും കാണാൻ പറ്റും കേട്ടോ. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് നിർഗുഡ്പാട ഗ്രാമത്തിലേക്കുള്ള ഒരു ബോർഡ് കാണാം കേട്ടോ. അതായത് ഹർഷേവാടിയിൽ നിന്നും അതുപോലെ തന്നെ നിർഗുഡ്പാടയിൽ നിന്നും ട്രക്ക് ചെയ്ത് വരുന്നവർ മീറ്റ് ചെയ്യുന്ന ഒരു പോയിൻ്റ് ആട്ടോ അത്. ഇത് നമ്മൾ ഹരിഹർ ഫോർട്ടിൻ്റെ ബേസ് എത്തിയ സന്തോഷത്തിൽ ഓടിപ്പോകുന്ന 2 പേരെയാട്ടോ കാണുന്നത്. ഇനി ഇവിടുത്തെ മെയിൻ ടീംസിനെ പറ്റി പറയാം കേട്ടോ. അത് ഈ കാണുന്ന കുരങ്ങന്മാരാണ്. ഹരിഹർ ഫോർട്ട് കയറുമ്പം ഇവരുടെ ചെക്കിംഗ് ഇല്ലാണ്ട് ആർക്കും തന്നെ കയറാൻ പറ്റില്ല കേട്ടോ. സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബാഗിൽ ചെറിയ ബിസ്ക്കറ്റുകളോ അല്ലെങ്കിൽ സ്നാക്സോ അതൊക്കെ ആട്ടോ ഇവർ നോട്ട് ഇടുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു 80 ഡിഗ്രിയിലുള്ള സ്റ്റെപ്സ് കയറുന്നതിൻ്റെ ഇടയ്ക്ക് ഇവരെ തിരിച്ച് ആക്രമിക്കില്ല എന്നുള്ളൊരു വിശ്വാസം ഉള്ളത് കൊണ്ടാണ് ആ ഒരു സമയത്ത് തന്നെ ഇവർ നമ്മുടെ ബാഗൊക്കെ ചെക്ക് ചെയ്യാൻ വരുന്നത്. എന്തായാലും നമ്മുടെ ആശുപത്രിയുടെ ബാഗ് ഒരു 3 തവണയിലും ചെക്ക് ചെയ്തിട്ടാട്ടോ കയറ്റി വിട്ടത്. പിന്നെ നമ്മൾ ഈ കയറുന്ന സമയത്ത് 2 കൈകളും യൂസ് ചെയ്യുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ സ്റ്റെപ്സിൻ്റെ സൈഡിലായിട്ട് 2 ഹോൾസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെയും കൂടെ പിടിച്ചിട്ടാണ് നമ്മൾ മുകളിലേക്ക് കയറുന്നത്. Yes, good morning.
लाइक सब्सक्राइब कर लो लाइक सब्सक्राइब कर लो प्लीज सब्सक्राइब इट हाय एवरीवन इज फ्रेंडली हाय फैमिली इधर मत आओ कभी एक बार फिर से आओ, जिंदगी रही तो फिर आएंगे। अच्छा डेफिनेटली जिंदगी अभी चली गई तो फिर कहाँ से आएंगे जिंदगी रही तो फिर आएंगे। ഹൈറ്റ് പേടിയില്ലാത്ത ഒരാളാണെങ്കിൽ തിരിഞ്ഞു നോക്കാതെ ഒറ്റയടിക്ക് ഒരു 3 മിനിറ്റിൽ നമുക്ക് ഈ ഒരു സ്റ്റെപ്സ് കയറി ഈ ഒരു മുകളിലെത്താം കേട്ടോ. ഈ ഒരു സ്ഥലത്തിൻ്റെ പേരാണ് മഹാദർബാസ. അവിടെ ചെറിയൊരു ഡോറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ നിന്ന് വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കൈവരികളോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പം ഈ ഒരു മൺസൂൺ സമയത്തൊക്കെ ആണെങ്കിൽ കുറച്ച് പായലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം തെന്നാണ്ട് വളരെ സേഫായിട്ട് തന്നെ വേണം നടക്കാൻ. വീണ്ടും ആ ഒരു 80 ഡിഗ്രിയിലുള്ള സ്റ്റെപ്സ് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഇത്തവണ നമ്മൾ സ്റ്റെപ്സുകൾ വളഞ്ഞു വേണം കയറാനായിട്ട്. അങ്ങനെ കരിഗർ ഫോർട്ടിൻ്റെ ഏകദേശം 300ഓളം സ്റ്റെപ്സുകളാണ് നമ്മൾ കയറി വീട്ടിലെത്തിയേക്കുന്നത്. അപ്പോൾ ഇവിടെ 2 കടകൾ കാണാം കേട്ടോ. അതായത് ഹർഷവാടിയിലെ ഗ്രാമവാസികൾ തന്നെ നടത്തുന്ന കടകളാണ്. അവരുടെ ഒരു മെയിൻ വരുമാന മാർഗവും ഇത് തന്നെയാണ് കേട്ടോ. അവിടെ നിന്ന് വീണ്ടും മുകളിലേക്ക് നടക്കുമ്പോൾ നമുക്ക് ആ ഒരു പീഠഭൂമിയിലെത്താം കേട്ടോ. അപ്പം നല്ല കോടയായതുകൊണ്ട് ദൂരെയുള്ള കാഴ്ചകളൊന്നും നമുക്ക് ശരിക്കും കാണാൻ പറ്റുന്നില്ല. എന്നാലും എന്താ പറയുന്നത്, നല്ല കാറ്റും ആ ഒരു തണുപ്പൊക്കെ വല്ലാത്തൊരു ഫീലാട്ടോ. ഇവിടെ നമുക്ക് ഹനുമാൻ്റെ ചെറിയൊരു അമ്പലം കാണാം. അതിൻ്റെ സൈഡിലായിട്ട് ഒരു കുളവും ഉണ്ട് കേട്ടോ. ഇപ്പം മഹാരാഷ്ട്രയിലെ മിക്ക ഫോർട്ടുകൾ എടുക്കുവാണെങ്കിലും അതിൻ്റെ മുകളിൽ പ്രത്യേകിച്ചൊന്നും കാണാനില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ 1880 ആംഗ്ലോ മറാഠൻ വാറിന് ശേഷം ബ്രിട്ടീഷ് എല്ലാം നശിപ്പിച്ച് കളയുമായിരുന്നു. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഫോർട്ടിൽ നിന്ന് അവർക്കൊരു പ്രതിരോധം വീണ്ടും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ കരിഗർ ഫോർട്ടിൻ്റെ ഈ ഒരു സ്ട്രക്ചറും ഇതൊക്കെ കണ്ടിട്ടാണ് അവരത് നശിപ്പിക്കാണ്ടിരുന്നത്. അപ്പോൾ അത് നമ്മൾ മുമ്പേ കണ്ടെന്താണെന്ന് വെച്ചാൽ ധാന്യങ്ങളൊക്കെ സൂക്ഷിക്കുന്ന ഒരു സ്റ്റോറേജ് സ്പേസ് ആട്ടോ. അപ്പോൾ ഇതാണ് കരിഗർ ഫോർട്ടിൻ്റെ ടോപ്പ് പോയിൻ്റായ ബല്ലേക്കില. അപ്പോൾ ഇങ്ങോട്ട് കയറാനായിട്ട് പ്രത്യേകിച്ച് സ്റ്റെപ്പോ കാര്യങ്ങളൊന്നുമില്ല. അപ്പം ഇടയ്ക്കുള്ള ഹോൾസിലൊക്കെ ചവിട്ടിയിട്ട് വേണം ഇങ്ങോട്ട് കയറാനായിട്ട്. അങ്ങനെ ഏകദേശം 5 മണിക്കൂറിൽ 6.5 കിലോമീറ്റർ കവർ ചെയ്ത് നമ്മൾ ഹരിഹർ ഫോർട്ട് തിരിച്ചിറങ്ങി കേട്ടോ. അപ്പോൾ തിരിച്ചിറങ്ങിയപ്പോൾ നമ്മളൊരു ഷെയർ ടാക്സി എടുത്തിട്ടാണ് ട്രൈബഗേഷിലേക്ക് പോകുന്നത്. അപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇന്നൊരു പുണ്യദിനമായിട്ടാണ് ഇവിടെ ആളുകൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ ദൂരദേശത്തുനിന്ന് പോലും ആളുകൾ ഈ ഒരു ഉത്സവം കൂടാൻ വന്നു. അപ്പം ഞങ്ങളും ഈ ഒരു അമ്പലവും അതിൻ്റെ പരിസരവും ഉത്സവ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നേരെ ബ്രഹ്മഗിരി മലയിലേക്ക് പോയി കേട്ടോ. അങ്ങനെ 1.5 കിലോമീറ്റർ നടന്നാൽ നമുക്ക് ബ്രഹ്മഗിരി മലയുടെ സ്റ്റെപ്സ് എത്താം. ഏകദേശം 1500 സ്റ്റെപ്സ് കയറിയിട്ടാണ് ബ്രഹ്മഗിരി മലയുടെ മേളിലുള്ള അമ്പലത്തിൽ നമ്മൾ എത്തുന്നത്. അപ്പോൾ ഇന്നേ ദിവസം ട്രയംബകേശ്വര അമ്പലത്തിൽ ഉത്സവത്തിൽ വന്നവരൊക്കെ ബ്രഹ്മഗിരി മലയിലും കൂടെ കയറിയിട്ടേ പോകാറുള്ളൂ. അപ്പോൾ കൂടുതൽ റഷ് ആയതുകൊണ്ടും നമുക്ക് അത്രയും സമയം ഇല്ലാത്തത് കൊണ്ടും നമ്മൾ ഈ ഒരു ബ്രഹ്മഗിരി മല കയറ്റം അടുത്ത തവണത്തേക്ക് മാറ്റി വെക്കുകയാണ്.